ഇത് സുഹൃത്തുക്കളെ ബേപ്പൂരാണ്, കോഴിക്കോട് ബേപ്പൂരുള്ള ദൃശ്യങ്ങളാണ്. ബേപ്പൂർ ഇപ്പോൾ ഒരു ഫേമസ് ആയ ഒരു ടൂറിസ്റ്റ് സെൻ്ററാണ്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗുരുക്കൾ, അയൽവാസി, നമ്മളെ സുഹൃത്തായ ഗുരുക്കൾ എന്നെ വിളിച്ചിരുന്നു. അവരുടെ മകളുടെ ജിംനാസ്റ്റിക് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട്. കുറേ കാലമായി ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഞാനിവിടെ എത്തിയത്. എൻ്റെ കൂടെ ഗുരുക്കളുമുണ്ട്. ഗുരുക്കളോട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാം. എന്താണ് ഗുരുക്കളെ നിങ്ങളുടെ അനുഭവം? ഇത് ഷലാക്കിയാണല്ലോ അല്ലേ? അതെ മോള് ഇവർ നല്ല ജിംനാസ്റ്റിക്സ് ടീമാണ് ഇവിടെ കോഴിക്കോട് വെച്ചിട്ട്. അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്ന പെർഫോമൻസ് നല്ല. ഇത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞത് ഒന്ന് വിവരിച്ചോളൂ നിങ്ങൾ. ഇത് നമ്മൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്, ഇൻഡോറിൽ ഔട്ട്ഡോർ സ്റ്റേഡിയത്തിലാണ് ഇതിൻ്റെ ക്ലാസ് നടക്കുന്നത് കോഴിക്കോട്. ഈ പെർഫോമൻസ് നടക്കുന്ന ചാലിയത്ത് വാട്ടർ ഫെസ്റ്റിൻ്റെ അനുബന്ധിച്ചിട്ട് നടത്തുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റും കോർപ്പറേഷനും ഗവൺമെന്റും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഗ്രേറ്റ് ഈവന്റ് ആണല്ലേ? അതെ ഗ്രേറ്റ് ഈവന്റ് ആണ്. നല്ല കുട്ടികളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല കുട്ടികളാണ്, കുറേ എക്സ്പീരിയൻസ് ഉണ്ട് കുട്ടികൾക്ക്. നാഷണലും ഇവിടെയൊക്കെ പ്രോഗ്രാം ചാമ്പ്യൻഷിപ്പിനൊക്കെ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട് കുറേ. പിന്നെ സുഹൃത്തുക്കളെ, ഇതിൽ മ്യൂസിക് വെച്ചിട്ടല്ലോ ചെയ്യുന്നത്. പക്ഷേ മ്യൂസിക് വെച്ചാൽ എനിക്ക് പണി കിട്ടും, അതായത് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ വിവരണമാക്കിയത്. ബാക്കി പറഞ്ഞോളൂ ഗുരുക്കളെ. അല്ല, മ്യൂസിക് ഇല്ല. മ്യൂസിക്കിൽ കൂടെ കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണുക. പക്ഷേ നമുക്ക് മ്യൂസിക് ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കുക. കാരണം കണ്ടിട്ട് ആസ്വദിക്കാൻ ആ മ്യൂസിക് ഉണ്ടെങ്കിലേ ശരിക്കും പറ്റുള്ളൂ. ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടിയ ആംബിയൻസ് ഗ്രേറ്റ്, ഭയങ്കര ഇതായിരുന്നു അല്ലേ? ഭയങ്കര ആംബിയൻസ് കിട്ടും. കാരണം ഞാൻ കോഴിക്കോട് ബീച്ചിൽ കോഴിക്കോട് ബേപ്പൂർ ഇത്രയും അടിപൊളിയായിട്ട് ബീച്ച് ആക്കിയതിനു ശേഷം ആദ്യമായിട്ട് പോകുന്നത്. അതിന് നമ്മളെ ഒരു കോർപ്പറേഷനോട് വളരെ നന്ദി പറയണം. അതെ, ഇത് വലിയൊരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. വാട്ടർ ഫെസ്റ്റ്, പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മളതിന് പേരെന്നെ ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് എന്നാണ്. അതെ, ഇന്റർനാഷണൽ. ഇതിന് കാരണക്കാരനായത് എനിക്ക് തോന്നുന്നു ജോർജ് സന്തോഷ് കുളങ്ങരയാണ്. ഇതിന് ഉദ്ഘാടനം ചെയ്തതൊക്കെ ജോർജ് സന്തോഷ് കുളങ്ങരയാണ്. 4 വർഷമായി തുടങ്ങിയിട്ടില്ല? അതെ, 4 വർഷമായി തുടങ്ങിയിട്ട്. ഈ പ്രാവശ്യമാണ് 3 ദിവസം കൊണ്ട് ഒതുക്കിയെന്ന് തോന്നുന്നുണ്ട്. എല്ലാ പ്രാവശ്യം 5 ദിവസം ഉണ്ടാവുന്നതാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൂടാതെ അവിടെ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ അത് തുറമുഖത്തേക്ക് ബോട്ടിംഗ് മാത്രമല്ല, അവിടെ മറ്റേ പാരാഗ്ലൈഡിങ്ങും അതൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിക്കഴിഞ്ഞതല്ലേ? അതെ, നല്ല ആംബിയൻസ് ആണ് അവിടെ. ഡേ ടൈമിലൊക്കെ പോകണമെങ്കിൽ അവിടെ ശരിക്കും പറയണത് നാച്ചുറൽ പൂളൊക്കെ ഉണ്ട് അവിടെ. മീൻസ് കല്ലിൻ്റെ ഉള്ളിൽ ഒരു സ്വിമ്മിംഗ് പൂൾ മോഡൽ വെള്ളം വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അവിടെ, അടിപൊളി. അത് നമുക്ക് വിവരിക്കാൻ അങ്ങോട്ട് പറ്റില്ല, അത് പോയി കാണുക തന്നെ വേണം. ഒരു 2 പുലിമുട്ടുണ്ട്, അതായത് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നത്. രാത്രിയിൽ ബേപ്പൂരിൻ്റെ സൗന്ദര്യം എങ്ങനെയുണ്ട്? ഗംഭീരല്ലേ? സുഹൃത്തുക്കളെ, ഞാൻ ചാലിയത്ത് ഓഷ്യാനോ ബീച്ചിലുള്ള എല്ലാ ഈവൻറ്റുകളും എല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ചാലിയത്ത് നിന്ന് ബേപ്പൂരിലേക്ക് എത്തണമെങ്കിൽ ജങ്കാറിൽ കയറണം. ഞാൻ എൻ്റെ 2 വീലറായി ജങ്കാറിൽ കയറി ബേപ്പൂരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. ഈ നടുവിലൂടെ, അതായത് ചാലിയത്തിൻ്റെയും ബേപ്പൂരിൻ്റെ നടുവിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അത് ചാലിയാർ പുഴയാണ്. ഇത് കടലിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു അഴിമുഖം നമുക്കിവിടെ കാണാം.